അപ്പോൾ ഇന്ന് നമ്മൾ ടിയർ ഡ്രോപ്സും അതുപോലെ തന്നെ വൈൻസും ആണ് നോക്കുന്നത്. ഒരു മെഹന്തി ഇടുന്ന ഒരാളെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ആണ് ടിയർ ഡ്രോപ്സും വൈൻസും കേട്ടോ. ഏതൊരു ഡിസൈനും ഭംഗി കൂട്ടുന്ന എലമെൻ്റാണ്. അപ്പോൾ അതെങ്ങനെ വരയ്ക്കുന്നത് വെച്ചാൽ നമ്മൾ ബോർഡിൽ ടച്ച് ചെയ്യാതെ പ്രഷർ കൊടുത്തിട്ട് ഇങ്ങനെ താഴോട്ടൊന്ന് വലിച്ചു കൊടുക്കുക. നമ്മൾ ഡോട്ട് ഇട്ടില്ല അതുപോലെ ഒന്ന് പ്രഷർ കൊടുത്തിട്ട് ഒന്ന് താഴോട്ട് ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുക്കാം. ഇത് നമുക്ക് ഏത് സൈസിലും വരയ്ക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ചാപ്റ്ററായിട്ട് വേറെ ഒരു ക്ലാസ്സിൽ നോക്കുന്നുണ്ട്, അതായത് ഡിഫറെൻറ്റ് ടൈപ്പുള്ള ടിയർ ഡ്രോപ്സ്. നമ്മളിപ്പോൾ ഇത്രയാണ് നോക്കുന്നത്. കണ്ടില്ലേ ടിയർ ഡ്രോപ്സ്. നമുക്ക് ഇനി ലൈന് വരച്ചിട്ട് അതിലൊന്ന് വരച്ച് നോക്കാം. ഇതുപോലെ പ്രഷർ കൊടുക്കുക, എന്നിട്ട് താഴോട്ട് ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുക്കുക. കണ്ടില്ലേ, ഇതുപോലെയാണ് ടിയർ ഡ്രോപ്സ് വരയ്ക്കുക. നമ്മൾ ഏതൊരു ഡിസൈൻ വരയ്ക്കുമ്പോഴും അതിൻ്റെ ഏതൊരു സൈഡിൽ നിന്നും നമുക്ക് ഈ ഒരു ടിയർ ഡ്രോപ്സ് കൊടുക്കാൻ കഴിയണം. അതുകൊണ്ട് നല്ലോണം പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. എല്ലാ ഭാഗത്തുനിന്നും ഈ ഒരു ടിയർ ഡ്രോപ്സ് വരച്ചുകൊണ്ട് നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ, ഇതുപോലെയാണ് ടിയർ ഡ്രോപ്സ് നമ്മൾ വരയ്ക്കുക കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒരു OHP ഷീറ്റും A4 കോണും മതി. അതെടുത്തിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നന്നായിട്ടൊന്ന് പഠിച്ചെടുക്കുക കേട്ടോ ഈ ഒരു ടിയർ ഡ്രോപ്സ് ഒക്കെ. അപ്പോൾ ഇത് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ, അതായത് എലമെൻസും ഫ്ലോറൻസും കഴിഞ്ഞിട്ട് നമുക്ക് വൈൻസും ടിയർ ഡ്രോപ്സൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ളത് പഠിക്കാനുണ്ട്. അപ്പോൾ അതിലൊന്നും കൂടി വിശദമായിട്ട് പഠിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെയാണെങ്കിൽ നമുക്കൊന്ന് നമ്മുടെ ഒരു വേവി ലൈൻ ഇല്ലേ, അങ്ങനെ ഒരു വേവി ലൈൻ വരച്ചതിന് ശേഷം നമുക്കൊന്ന് ടിയർ ഡ്രോപ്സിന് അതിലൊന്ന് വരച്ചു കൊടുക്കാം. കണ്ടില്ലേ, അങ്ങനെ ഇതിലും നമുക്ക് ടിയർ ഡ്രോപ്സിനെ വരയ്ക്കാം. അങ്ങനെ ഏതൊരു ഡിസൈനിലും നമുക്കിത് കൊടുക്കാൻ കഴിയുന്ന രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം കേട്ടോ. ഇനി നമുക്ക് ഒരു വേവി ലൈനും കൂടി വരച്ചിട്ട്, നമ്മളിപ്പോൾ ഇതിന് മുകളിലോട്ടല്ലേ വരച്ചത്, ഇനി നമുക്ക് മുകളിൽ നിന്ന് താഴോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ. അപ്പോൾ അങ്ങനെ എല്ലാ സൈഡിൽ നിന്നും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം കേട്ടോ. ഇനി അടുത്ത് നോക്കാനുള്ളത് വൈൻസ് ആണ് കേട്ടോ. അപ്പോൾ വൈൻസ് എങ്ങനെ വരയ്ക്കുന്നത് വെച്ചാൽ, ഞാൻ ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഒരു തിൻ ലൈന് കൊടുക്കുക, എന്നിട്ടൊന്ന് പ്രഷർ ചെയ്തിട്ട് നല്ല തിക്കായിട്ട് കൊടുക്കുക. പിന്നെ ഒരു തിൻ ലൈൻ കൊടുക്കുക. കണ്ടോ, ഇതുപോലെ ചെറിയൊരു തിൻ ലൈന് കൊടുക്കുക, പ്രഷർ കൊടുക്കുക, ജസ്റ്റ് ഒന്ന് തിൻ ലൈനായിട്ട് കൊടുക്കുക. തിൻ ലൈന് കൊടുക്കുക, പ്രഷർ കൊടുക്കുക, ഒന്ന് വലിച്ചു കൊടുക്കുക. കണ്ടോ, ഇതുപോലെയാണ് നമ്മൾ വൈന് കൊടുക്കേണ്ടത് കേട്ടോ. ഈ ഒരു വൈനും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടിയർ ഡ്രോപ്സിന് പറഞ്ഞ പോലെ തന്നെ ഇതുപോലെ ഡിഫറെൻറ്റ് വൈന് സൈസിലും പല മോഡലിലും വൈന് വരയ്ക്കുന്നതായിട്ട് നമ്മൾ ഫ്ലോറൽസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പഠിക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെയാണ് നമ്മൾ വൈന് വരയ്ക്കേണ്ടത്. താഴേന്ന് ഇതുപോലെ ഒന്ന് താഴേന്നും കൊടുത്തു നോക്കുക. അപ്പോൾ അതേപോലെ തന്നെ ഈ ടിയർ ഡ്രോപ്സ് വരച്ച് അതേപോലെ എല്ലാ ഭാഗത്തുനിന്നും വൈനും ഇട്ട് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം കേട്ടോ. ഇത് നമുക്കൊരു വേവി ലൈനിലൊന്ന് വരച്ച് കൊടുക്കാം കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ കൊടുക്കുക, ഒന്നും കൂടി തിൻ ലൈന് കൊടുക്കുക, പ്രഷർ കൊടുക്കുക, ജസ്റ്റ് ഒന്ന് വലിച്ചെടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് ഏതൊരു ഭാഗത്തു നിന്നും നന്നായിട്ട് വരച്ച് പഠിക്കാം. അടുത്ത ഇതിൻ്റെ കൂടെ പഠിക്കാനുള്ളത് ഇൻവേഴ്സ് വൈനാണ് കേട്ടോ. അപ്പോൾ ഇൻവേഴ്സ് വൈൻ എങ്ങനെ വരയ്ക്കുന്നത് ശ്രദ്ധിച്ച് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം ഒരു ലൈന് വരച്ച് കൊടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ ലൈന് വരച്ച് കൊടുക്കുക. പിന്നെ ഇതുപോലെ ആണ് നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കേണ്ടത്. കണ്ടില്ലേ, ഇതിനെയാണ് ഇൻവേഴ്സ് വൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഫുള്ളാക്കിയതിന് ശേഷം നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ ഈ ഒരു ഡിസൈൻ നിങ്ങൾ മെഹന്തിയിലൊക്കെ കണ്ടതായിട്ട് മനസ്സിലാവും കേട്ടോ. കണ്ടോ, ഇതുപോലെ. ഇനി നമുക്കിത് താഴെ നിന്നും ഒരു ലൈന് കൊടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ ലൈന് കൊടുക്കുക. എന്നിട്ട് ഈ ഇട്ട അതേ ഡിസൈന് താഴെ നിന്ന് മുകളിലോട്ട് ഇതിൽ ടച്ച് ചെയ്യാതെ വരച്ച് കൊടുക്കുക കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ
നമ്മൾ വരക്കുന്നതിനാണ് ഇൻവേഴ്സ് വൈൻ എന്ന് പറയുന്നത്. കണ്ടിട്ടില്ലേ ഒരു ഡിസൈൻ മെഹന്തി ഇടുന്ന ടൈമിലൊക്കെ? അപ്പോൾ ഇത് നമ്മൾ ഇനി ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് 2 സൈഡും ഈ ലൈനിനൊന്ന് തിക്കാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മനസ്സിലായില്ലേ? ഇത് നിങ്ങൾ നന്നായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി, മനസ്സിലാവും. അപ്പോൾ ഞാനിതൊന്നും കൂടെ വരച്ച് കാണിച്ചു തരാം കേട്ടോ. ഈ ഇൻവേഴ്സ് ലൈൻ ഒന്നും കൂടി വരക്കാം. നമ്മൾ ആദ്യം ലൈൻ കൊടുക്കുക. ഞാൻ ആദ്യം ലൈൻ കൊടുത്തിട്ട് ഈ ഡിസൈൻ കൊടുത്തതിന് ശേഷം ലൈൻ കൊടുത്തതായിരുന്നു. ഞാൻ 2 ലൈനും ഒരുമിച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലായിട്ടാണ് ഈ ഒരു ഡിസൈൻ കൊടുക്കുന്നത്. അങ്ങനെ നമുക്കിത് വരക്കാം കേട്ടോ. ഉണ്ടല്ലേ? ഇതുപോലെ വരച്ചു കൊടുക്കുക. ഇത് നിങ്ങൾക്ക് ലൈന് വരക്കാതെ വേണമെങ്കിൽ അങ്ങനെ കഴിയുകയാണെങ്കിൽ അങ്ങനെ വരക്കാം കേട്ടോ. കണ്ടില്ല, ഇനി താഴെ നിന്നും ഇതിൽ ടച്ച് ചെയ്യാതെ താഴെ നിന്നും കൊടുക്കുക. അപ്പോൾ ഇതാണ് ഇൻവേഴ്സ് വൈൻ. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ഇത് 3ഉം പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക കേട്ടോ. ഇതെന്താ ഇങ്ങനെ ഒന്ന് തിക്കായിട്ട് വരച്ചും കൊടുക്കുന്നുണ്ട്, ഒന്ന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കണ്ടില്ലേ, ഇതാണ് ഇൻവേഴ്സ് വൈൻ. അപ്പോൾ നിങ്ങൾ ടിയർ ഡ്രോപ്സ്, വൈൻസ്, ഇൻവേഴ്സ് വൈൻസ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക കേട്ടോ. ഇനി നമുക്കിതിൽ പഠിക്കാനുള്ളത് സ്വേളാണ്. സ്വേൾ, ഹാഫ് സ്വേൾ, ഫാൻസി സ്വേളൊക്കെ ഉണ്ട്. അതൊക്കെയാണ് അടുത്ത ക്ലാസ്സിൽ ഇനി പഠിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ടിയർ ഡ്രോപ്സും വൈൻസും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. നമുക്ക് ഏതൊരു ഡിസൈൻ വരയ്ക്കുകയാണെങ്കിലും ഈ ഒരു ടിയർ ഡ്രോപ്സും വൈൻസും നിർബന്ധമുള്ളൊരു എലമെൻ്റാണ്. അപ്പോൾ എന്തായാലും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോയിൽ കാണാം.